السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم، وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، والله بما تعملون خبير. قال سيدنا محمد صلى الله عليه وسلم: إن أولى الناس بي يوم القيامة أكثرهم علي صلاة، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني، خذ بيدي قلت حيلتي أدركني، خذ بيدي قلت حيلتي أدركني، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ മഹനീയ വേദിയെ നിയന്ത്രിക്കുന്ന എൻ്റെ അഭിവന്യ വെല്ലിപ്പ മർഹൂം KP മുഹമ്മദ് മുസ്ലിയാർ കരിങ്ങനാട്, ബഹുമാനപ്പെട്ട മർഹൂം KK ഹസ്രത്ത് ഉസ്താദിൻ്റെ സമസ്തയുടെ പ്രസിഡൻറ്റിൻ്റെ ഗുരു മർഹൂം ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് 5 വർഷം ഓതിപ്പടിച്ച ബഹുമാനപ്പെട്ട വെല്ലിപ്പ, ആ വെല്ലിപ്പയുടെ ആത്മസുഹൃത്തുക്കളിൽ ഒരാൾ ബഹുമാനപ്പെട്ട ആത്മീയ ഗുരുശ്രേഷ്ഠരും ഈ നാടിൻ്റെ പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട കുരുവമ്പലം തങ്ങൾ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, വാത്സല്യനിധികളായ ഉമ്മമാരെ, ജ്യേഷ്ഠത്തിമാരെ, അനുജത്തിമാരെ, സഹോദര സമുദായത്തിലെ സഹോദരങ്ങളെ, കുരുവമ്പലം എന്ന് കേൾക്കുമ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന നാടാണ്, പ്രചാരമുള്ള നാടാണ്. അൽ കഹ്ഫ് സൂറത്തിൽ റഖീം എന്ന് പേരുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് അവരുടെ നാടിൻ്റെ പേരാണ് ആ നാട്. യംലീഹ, മക്സലീന, മസ്ലീന, മർനൂസ്, ദബർനൂസ്, ഷാദ്നൂസ്, കഹസ്തയോസ് റളിയല്ലാഹു അൻഹും, 7 യുവാക്കൾ. അവരുടെ നാടിൻ്റെ പേരാണ് റഖീം. വിശുദ്ധ ഖുർആനിൽ ആ നാടിൻ്റെ പേര് പറയാനുള്ള കാരണം വ്യാഖ്യാനിച്ചിരിക്കുന്നത് യുവാക്കൾ നന്നായി ആ നാടിൻ്റെ പേര് ലോകത്ത് ശ്രുതിപ്പെട്ടു, അറിയപ്പെട്ടു. അതാണ്
കുരുവമ്പലം തങ്ങൾ എന്ന് സാദാത്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുരുവമ്പലം എന്ന് പറയുമ്പോൾ തങ്ങളെക്കുറിച്ച് ഓർമ്മ വരും. അല്ലെങ്കിൽ കുരുവമ്പലം വന്നു എന്ന് പറഞ്ഞാൽ കുരുവമ്പലം കാത്തിരിക്കുക, ഞങ്ങൾ മുഴന്ന മണ്ടയിൽ കുരുവമ്പലത്തിനെ കാത്തിരിക്കുക, കുരുവമ്പലപ്പരും കുരുവമ്പലപ്പരും. അപ്പോൾ കുരുവമ്പലം എന്ന് പറയുമ്പോൾ അത് സലീം കുരുവമ്പലമാണ്. ഒമാനിൽ ചെന്നാൽ കുരുവമ്പലം എന്ന് പറഞ്ഞാൽ അത് സമദ് ഫൈലി കുരുവമ്പലമാണ്. ഇങ്ങനെ ഈ കുരുവമ്പലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാഹു തആല അത് നിലനിർത്തട്ടെ. അല്ലാഹു തആല ഈ നാടിൻ്റെ യശസ് ലോകത്തിന് അറിയപ്പെടാൻ കാരണക്കാരായ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നിഅമത്തും നൽകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ നാമാക്കിയ നമ്മുടെ സഹോദരിമാർ, സഹോദരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം നമ്മുടെ പള്ളിയിൽ മുഅദ്ദിനായി സേവനം ചെയ്ത ഉസ്മാൻ മാഷെ പിതാവ്, ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ, അവരോടൊന്നിച്ച് കിടക്കുന്നവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ നാടിൻ്റെ ദുഃഖമായിരുന്നു, സങ്കടമായിരുന്നു. അതെ, ഈ നാട് സ്നേഹത്തിൻ്റെ നാടാണ്. ബാപ്പുട്ടി മുസ്ലിയാർ ദീർഘകാലമായി സേവനം ചെയ്യുന്ന മഹല്ലാണ്. സഹിഷ്ണുതയുടെ സൗഹൃദത്തിൻ്റെ മഹല്ലാണ്. അല്ലാഹു തആല നിലനിർത്തട്ടെ. നമുക്കിവിടെ പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഷമീർ ദാരിമി കൊല്ലം, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ട താഹാ തങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ പ്രിയ സദീർത്തൻ അബ്ദുൽ അസീസ് ബാഖവി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, നമ്മുടെ മുദരിസ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വിദേശ നാടുകളിൽ നിന്ന് തത്സമയം ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണ്ണമായ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ സുഹൃത്തുക്കളായ സമദ് ഫൈലിയുടെ ഗുരുശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്തും ബർഹമത്തും നൽകട്ടെ. അവരോടൊന്നിച്ച് കിടക്കുന്നവർക്കും നൽകട്ടെ. അല്ലാഹു അവരുടെ സഹോദരന്മാർക്കും മഗ്ഫിറത്തും ബർഹമത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈ മൈക്ക് സെറ്റ് അത് എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു വാഫിയും ഒരു സംഘം ആളുകളും നടത്തുന്ന മൈക്ക് സെറ്റാണ്. അവരെന്നോട് വിവരം പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏർപ്പാടിൽ ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി നിങ്ങൾക്ക് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ മക്കളെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ബദരീങ്ങളെ കുറിച്ച് നമ്മെ അറിയിച്ചു. യാ അയ്യുഹല്ലദീന ആമനു. ആരാണ് ബദരീങ്ങൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൻ്റെ അർത്ഥം നമുക്കറിയുന്നതാണ്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, സഹായം തേടിയവനായ നിലയിൽ. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു, സഹായം തേടിയവനായ നിലയിൽ. അർ റഹ്മാനി, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അർ റഹീം, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവനായ. ഇമാം ഖുർത്തുബി തങ്ങൾ ബിസ്മിയിലെ ഓരോ അക്ഷരങ്ങൾക്കും വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ബിസ്മിയിലെ ആദ്യക്ഷരം അത് ബ ആണ്. ബസീർ എന്നതിൻ്റെ തുടക്കമാണ്. അല്ലാഹു കാണുന്നവനാണ്. അല്ലാഹുവിൻ്റെ നോട്ടം നമ്മിലുണ്ട്. നമ്മുടെ നന്മയും തിന്മയും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സീൻ സമീ, തമ്പുരാൻ സർവകാര്യങ്ങളും കേൾക്കുന്നവനാണ്. മീം മലീക്, ഉടമസ്ഥൻ, ഉടമ റബ്ബാണ്. നമ്മളല്ല, നമ്മുടെ സ്ഥലമല്ല, നമ്മുടെ വീടല്ല, നമ്മുടെ വണ്ടിയല്ല, നമ്മുടേത് ഒന്നുമേ അല്ല. അല്ലാഹുവാണ് ഉടമസ്ഥൻ. അതേ, ബിസ്മില്ലാഹി എന്നതിലെ ഹാദിൻ എന്നതിലെ ആണ്. നേർവഴി കാണിക്കുന്നവൻ എന്നതാണ്. മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിതാ പൂർത്തിയാക്കാൻ വന്ന അന്ത്യപ്രവാചകർ ഇല്ല. ഒരു ഏക സിവിൽ കോഡ് ഇവിടെ വന്നാലും റബ്ബിന്റെ നിയമങ്ങൾ ഒരിക്കലും തന്നെ തകർത്തിത്തരിപ്പണമാക്കാൻ ഭേദഗതി ചെയ്യാൻ കഴിയില്ല. കാരണം അൽയൗമ അക്മൽതു ലക്കും, ഇന്ന് നിങ്ങൾക്ക് ദീ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീനക്കും, നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അന്ത്യപ്രവാചകനെ കൊണ്ട് എന്റെ അനുഗ്രഹം ഇതാ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മുത്തുനബിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനില്ല. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധ ഇസ്ലാം തൃപ്തിപ്പെട്ട മതമാക്കി ഞാനിതാ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് തമ്പുരാൻ പറഞ്ഞ ദീനുണ്ടല്ലോ. ഭരണകൂടത്തിന്റെ ഏക സിവിൽ കോഡായാലും ഏത് കോഡ് വന്നാലും ഇല്ല ഇല്ല, അത് മാറുന്ന പ്രശ്നമില്ല. ഇന്ന ഹാദൽ ഖുർആന, ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ക്ഷണിക്കുന്നു ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്ക്. വയുബശ്ശിറുൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അന്നലഹും അജ്റൻ കബീറാ, അവർക്ക് വമ്പിച്ച കൂലിയുണ്ട് എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം, ഇത് ഹാദിൻ, അത് വഴി കാണിക്കുന്നതാ. അല്ലാഹു നേർമാർഗം കാണിക്കുന്നവനാണ്. ഇതിലൊരു കടത്തിക്കൂട്ടലും പറ്റില്ല. ഇസ്ലാമിക നിയമങ്ങൾ സമ്പൂർണമാണ്. മറ്റു മതങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയരാകും. ബൈബിളായാലും മറ്റു മതങ്ങളായാലും കാലത്തിനനുസരിച്ച് അവർ മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച മലേഷ്യയിലായിരുന്നു. തായ്ലൻഡിലുള്ള ഒരു ബുദ്ധ ഭിക്ഷുവിനെ ഞാൻ പരിചയപ്പെട്ടു. ബുദ്ധനാണ്. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു. ആളുകൾ വളഞ്ഞു, ഫോട്ടോ എടുത്തു. അദ്ദേഹവുമായുള്ള സംഭാഷണത്തിൽ അവിടുത്തെ ബുദ്ധന്മാരുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പെണ്ണിൻ്റെ കൂടെ കുറേ കാലം ജീവിക്കും. അവൾ ഗർഭം ധരിക്കുന്നുവെങ്കിൽ അവളെ വിവാഹം കഴിക്കും. ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ അവളെ ഒഴിവാക്കും. കാരണം മക്കളില്ലാത്ത ബുദ്ധനാകാൻ ഒരാളും ഇഷ്ടപ്പെടില്ല. ഉറപ്പുവരുത്തിയ ശേഷം വിവാഹം കഴിക്കുന്ന രീതി അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇല്ലല്ലോ. അതുകൊണ്ട് ഗവൺമെൻറ്റിനോടും മറ്റും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ഇതാണ്. ഇവിടെ ശാന്തിയും സമാധാനവും സൗഹൃദവും മൈത്രിയുമുള്ള ഈ രാജ്യം, ഹിന്ദുവും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൂതനും ജൈനനും ഇങ്ങനെയുള്ള സിഖുകാരനും ഒക്കെ സൗഹൃദത്തോടെ കഴിയുന്ന ഈ നാട്, കുരിശുമാല അണിഞ്ഞ കുര്യാക്കോസും ചന്ദനക്കുറി ധരിച്ച ചന്ദ്രനും നിസ്കാരത്തായുമുള്ള നിസാറും പൊട്ടുതൊട്ട പൊന്നമ്മയും കുരിശണിഞ്ഞ അന്നമ്മയും മുഖമക്കന ധരിച്ച കുഞ്ഞമ്മവും സൗഹൃദത്തോടുകൂടെയുള്ള ഈ നാടിലെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് വേർതിരിവ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ മോളിപ്പോൾ എനിക്കൊരു സന്ദേശം അയച്ചു. എന്താണ് സന്ദേശം എന്നറിയങ്ങൾ? ആനമങ്ങാട് ഹൈസ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇന്ന് രാവിലെ പറഞ്ഞു 4 ഹൈന്ദവ സഹോദരിമാർ, എൻ്റെ കൂട്ടുകാരികൾ 4 ആൾ വരും. മധുരിമയെ പറഞ്ഞു, അതുപോലെ തന്നെ 2-3 കുട്ടികളെ പേര് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ 15 ആളും ആരാണ്? ഹൈന്ദവ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം. അതിന് ഉപ്പ മുഴന്നമണ്ണയിൽ അബൂബക്കറിന് ഫോൺ ചെയ്യണം. 5 കിലോ കോഴി, അതുപോലെ തന്നെ ബിരിയാണിൻ്റെ അരി, ഐസ്ക്രീം, ഇങ്ങനെയുള്ള ഒരു നീണ്ട പട്ടിക. ഞാനപ്പോൾ ഫോൺ ചെയ്തു, അബൂബക്കറെ ഇന്ന് തന്നെ എത്തിക്കണം. അതാണ് നമ്മുടെ ഇന്ത്യ, അതാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം. അതാണ് മോഡി വന്നിട്ട് പെണ്ണിട്ടാത്ത മക്കളില്ലാത്ത ആളോട് പറഞ്ഞാൽ ഇത് മനസ്സിലാവൂല. ഭാര്യയല്ല മക്കളുമില്ല, മനസ്സിലാവൂല. അതുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും കുടുംബജീവിതം നയിക്കുന്നവരാണ്, മക്കളുള്ളവരാണ്. അവരുടെ മക്കൾ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്നവരാണ്. ജാതി മതഭേദമന്യുള്ള നാടാണ് ഈ നാട്. ഈ നിലയിലെത്താൻ മുൻഗാമികളായ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പഴശ്ശി രാജായെ പോലെയുള്ള ആളുകൾ,
അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ചെമ്പമ്പോക്കരും ഉണ്ണിമൂസയെ പോലെയുള്ള ആളുകൾ ത്യാഗം ചെയ്ത നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഒരിക്കലും തന്നെ കരി നിയമങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല. മലപ്പുറത്തെ മക്കൾ സമ്മതിക്കില്ല. പാരമ്പര്യമുള്ള മക്കളാണ്. ഇന്ത്യ രാജ്യത്ത് 7 പട്ടാള ക്യാമ്പുള്ള ഏക ജില്ല അത് മലപ്പുറമാണ്. അതേ മലപ്പുറം കുന്നിന്റെ മുകളിൽ പടിഞ്ഞാറ്റുമുറിയിൽ കോണോമ്പാറയിൽ കോഴിച്ചടയിൽ അരീക്കോട് നിലമ്പൂര് തുവ്വൂരിനടുത്ത കൊളപ്പറമ്പ് അത് അവകാശപ്പെടുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ഈ നാട്ടുകാർക്ക് മാത്രം അവകാശപ്പെട്ട സംഗതിയാണ്. അതിനോടൊപ്പം തന്നെ കരുവാരക്കുണ്ടിലെയും ചെമ്മാട്ടയും ഒക്കെ സ്ഥലങ്ങൾ ഇന്ന് ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അതും കരുവാരക്കുണ്ടയിലെ ലൈബ്രറി നിൽക്കുന്ന സ്ഥലങ്ങളും അതും മിലിറ്ററി ക്യാമ്പുകളായിരുന്നു. ഇത് നാം മനസ്സിലാക്കണം. ഈ കുരുവമ്പലം എന്ന പട്ടണവും തന്നെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുമായി പടപൊരുതിയ ഒരു നാടാണ്. ആ നാട്ടിലെ ആളുകളാണ് ഞങ്ങൾ എന്ന കാര്യം ഭരണകൂടം മനസ്സിലാക്കണം. പാണ്ടിക്കാട് യുദ്ധം എന്നും പൂക്കോട്ടൂർ യുദ്ധം എന്നും വിശേഷിപ്പിച്ച ഇന്ത്യ ചരിത്രത്തിലെ 2 യുദ്ധങ്ങൾ അത് ഈ മലപ്പുറത്താണ് എന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കണം. പന്നൻ രവീന്ദ്രനുമായിട്ടുള്ള ഒരു തീവണ്ടി യാത്ര വിഷയത്തിൽ നിന്നും മാറുകയല്ല. ഞാൻ സാധാരണ ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് കയറാറുള്ളത്. വണ്ടി വാങ്ങാത്തൊരു കാലഘട്ടം. അങ്ങനെയുള്ള സമയം ഞാൻ മുമ്പ് എലത്തൂരിൽ വാഴ്ന്നു കഴിഞ്ഞ് വരുമ്പോൾ റോട്ടിൽ കുട്ടികളെ സംഘാടകൻ റോട്ടിൽ കൊണ്ടുവന്നാക്കി ഒരു വണ്ടിക്ക് കൈ കാണിച്ചു. വണ്ടിയിൽ കയറി പെരിന്തൽമണ്ണയിൽ എന്നെ ഇറക്കി. അങ്ങനെ ഇറക്കിയ ശേഷം അദ്ദേഹം ഡ്രൈവർ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് രാജു, ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഈ പോലെയുള്ള വാഹനത്തിൽ ഡ്രൈവറായി തുടങ്ങിയിട്ട് 18 കൊല്ലായി. പക്ഷെ എൻ്റെ വണ്ടിക്ക് ഇന്ന് വരെ ഒരാളും കൈ കാണിച്ചിട്ടില്ല. കാരണം ആ വണ്ടി ഒരു ആംബുലൻസ് ആയിരുന്നു. കോഴിക്കോടിനപ്പുറത്തുള്ള എലത്തൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ വന്നത് ഒരു ആംബുലൻസിലായിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്തു. ആലുവയിലാണ്, അടിമാലിയിലാണ് വയല്. അടിമാലിയിലേക്ക് പോകണം, ആലുവയിലേക്ക് എത്തുകയും വേണം. അവിടെ നിന്നും ബസ് മാർഗം പോകണം. ഞാൻ സീറ്റ് കിട്ടാത്ത, നിൽക്കാൻ പോലും അവസരം കിട്ടാത്ത സമയത്ത് തൊട്ടടുത്ത് AC കമ്പാർട്ട്മെന്റിലേക്ക് ഞാൻ കയറിയ സമയത്ത് ടിടിആറോട് ചോദിച്ചു, സീറ്റുണ്ടോ? സീറ്റുണ്ട്, ആലുവയിലേക്ക് 450 രൂപ വേണം എന്ന് എന്നോട് പറഞ്ഞു. തരാം എന്നും ഏറ്റു. അങ്ങനെ ഞാൻ ഇരുന്ന ഉടനെ എൻ്റെ അടുത്ത് മറ്റൊരാൾ ഇരുന്നു. മുടി കണ്ടു, തൂങ്ങിയ മുടിയാണ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടാതെ ഞാൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ കട്ടിമീശയുണ്ട്. ആളെ എനിക്ക് പിടികിട്ടി. ഞാൻ ചോദിച്ചു, പന്നിനാണോ? അതെ, പന്നിൻ രവീന്ദ്രനാണ്. അന്ന് അദ്ദേഹം തിരുവനന്തപുരം MP ആണ്. എങ്ങോട്ട് പോകുന്നു? പരപ്പനങ്ങാടിയിലേക്ക്. എന്തിനു പോകുന്നു? എൻ്റെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. മൗലവി സാഹിബേ, നിങ്ങൾ TTRോട് പറയുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന് 450 രൂപ നൽകാം എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇടപെടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഞാനൊരു MP ആണ്. അങ്ങനെ സൗഹൃദ സംഭാഷണം. നല്ല മനുഷ്യൻ, നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമ. രാഷ്ട്രീയക്കാർ സംസ്കാരവും പെരുമാറ്റവും ഉള്ളവരാകണം. നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമ. നാം ഏവരും പ്രതീക്ഷിക്കുന്ന അനർഗളം നിർഗളിക്കുന്ന വാഗ്വിലാസത്തിൻ്റെ ഉടമ. ബഹുമാനപ്പെട്ട ഈ നഗരി ആരുടെ പേരിലാണോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പാദസ്പർശനമേറ്റ നന്ദി ദാറുസലാമിലെ വിദ്യാർത്ഥി ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയോട് തലശ്ശേരിയിൽ എത്തിയപ്പോൾ ശ്രീ പന്നൻ രവീന്ദ്രൻ അദ്ദേഹം ചൂണ്ടി അറബിക്കടലിലേക്ക്. മൗലവി സാഹിബെ കണ്ടോ അറബിക്കടൽ? ഈ അറബിക്കടൽ ചെഞ്ചായമണിഞ്ഞത് നിങ്ങളുടെ സമുദായത്തിന്റെ രക്തം കൊണ്ടാണ്. എൻ്റെ സമുദായത്തിന് കടൽ യാത്ര നിഷിദ്ധമാണ്. പോർച്ചുഗീസുകാരോട്, ഇംഗ്ലീഷുകാരോട് പടപൊരുതി പോരാട്ടം നടത്തി രക്തസാക്ഷികളായത് നിങ്ങളാണ്. ഈ സമുദായം ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹിയാകുമായിരുന്നില്ല. പ്രധാനമന്ത്രിമാർ രാഷ്ട്രത്തോട് പ്രസംഗിക്കുന്ന ചെങ്കോട്ട ഉണ്ടാകുമായിരുന്നില്ല. വിദേശികളെ അത്ഭുതപ്പെടുത്തുന്ന താജ്മഹലും കുത്തുബ് മിനാറും ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് 25,000 രൂപ MP എന്ന നിലയിൽ ശമ്പളം കിട്ടുമായിരുന്നില്ല.
13,000 രൂപ എന്റെ പാർട്ടിക്ക് ലവി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. വിവിധ കമ്മിറ്റികളിൽ പങ്കെടുത്തതിന്റെ പേരിൽ 60,000 രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമായിരുന്നില്ല. അതിന് കാരണക്കാർ മുസ്ലിം സമുദായമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. വർഗീയതയില്ലാത്ത സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സൗഹൃദത്തിന്റെ അടയാളമായി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഇസ്ലാം. അതാണ് ഹാദിൻ, അതാണ് ലിയോപോൾഡ് വൈസ് മുഹമ്മദ് അസദായത് ഹിദായത്ത് കൊണ്ടാണ്. മേജർ മൈസി, മേജർ അബ്ദുറഹ്മാനായത് അത് ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ്. അള്ളാഹു ഹിദായത്ത് നൽകി. ക്ലേഷസ് ക്ലേ മുഹമ്മദ് അലി ആയത് അത് ഹിദായത്ത് കൊണ്ടാണ്. അതെ, ഹിദായത്ത് കൊണ്ടാണ്. പോപ്പ് സംഗീതജ്ഞൻ, അതെ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്, യൂസുഫുൽ ഇസ്ലാമായത് അതെ, അത് ഹിദായത്ത് കൊണ്ടാണ്. ഹിദായത്ത് കൊണ്ടാണ്. അങ്ങനെ ഹിദായത്ത് കിട്ടണം. അതാണ് റഹ്മാനിലെ റസ്സാഖ്, ഭക്ഷണം നൽകുന്നവൻ. ഹലീം, ശാന്തൻ. മീം, മലിക്, മുൽക്ക്, മാലിക്, മലീക്, അധികാരി, ഉടമസ്ഥൻ, രാജാവ്, ആധിപത്യമുള്ളവൻ. അതാണ് റഹ്മാൻ. റഹ്മാനിലെ അവസാനത്തെ നൂന് അത് നൂർ എന്നതിന്റെ തുടക്കമാണ്. റബ്ബിന്റെ നൂറ്, ആ നൂറിന്റെ ഒരു അംശം, അള്ളാഹുവിന്റെ വെളിച്ചം, അത് ലഭിച്ചവരിൽ, ലഭിക്കുന്നവരിൽ നമ്മെയും നമുക്ക് ശേഷം വരുന്ന തലമുറകളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇനി റഹീം ആരാണ് റഹീം? ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനീതും, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വിഷമമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പ്രതീക്ഷാലും കൂടിയാണ് അദ്ദേഹം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് ദയാലുവാണ് അദ്ദേഹം, റഹീമാണ് അദ്ദേഹം, കരുണ ചെയ്യുന്നവനാണ് അദ്ദേഹം. അതാണ് റഹീമെന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ ഫാത്തിഹയുടെ മുമ്പ് ബിസ്മിയുടെ വ്യാഖ്യാനത്തിന് പല വ്യാഖ്യാനങ്ങളിൽ നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. ബദരീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു, നിങ്ങൾ വിശാലത ചെയ്യണം എന്ന് പറയപ്പെട്ടാൽ, ഫിൽ മജാലിസ്, സദസ്സുകളിൽ വിശാലത ചെയ്യണം എന്ന് പറയപ്പെട്ടാൽ, ഫഫ്സഹു, അപ്പോൾ നിങ്ങൾ വിശാലത ചെയ്യണേ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? ഒരു വെള്ളിയാഴ്ച ദിവസം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മസ്ജിദിൽ വെച്ച് ഇൽമ സഹാബാ കിറാമിനെ പഠിപ്പിക്കുന്നു. അന്നേരമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാ കിറാം വരുന്നത്. അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് നിൽക്കുകയാണ്. അവർക്ക് സീറ്റില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു. അതെ, ഖും യാ ഫുലാൻ, ഖും യാ ഫുലാൻ, ഖും യാ ഫുലാൻ, ബദരീങ്ങൾ വന്നിരിക്കുന്നു, എഴുന്നേറ്റോളോ എഴുന്നേറ്റോളോ എന്ന് പറഞ്ഞിട്ട് അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. വിശാലത ചെയ്യാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. ബദരീങ്ങൾ വരുമ്പോൾ മലക്ക് ഇറങ്ങുന്നതാണ്, മാലാകമാർ ഇറങ്ങുന്നതാണ്. മലക്കിന്റെ നേതാവ് ഇറങ്ങി വന്നു. ബദരീങ്ങളെ സ്മരിച്ചോളൂ, മലക്കുകൾ ഇറങ്ങുന്നതാണ്. മലക്കുകളുടെ സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. കോഴി കൂവുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ മലക്കുകളെ കണ്ടിട്ടാണ് കോഴി കൂവുന്നത്. പൂവൻകോഴി കൂകുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് മജാലിസ്, മജ്ലിസുകൾ.
യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ വിശാലത ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് വ്യാഖ്യാനമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് യഫ്സഹില്ലാഹു ലക്കും. തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കിയാൽ കാണാം, സ്വർഗത്തിൽ അള്ളാഹു വിശാലത ചെയ്യും ബദരീങ്ങളെ ആദരിച്ചാൽ. വൈദാ ഖീലൻ ഷുസൂ, എഴുന്നേൽക്കൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫൻഷുസൂ, എഴുന്നേൽക്കണം. ബദരീങ്ങൾ വന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു അപ്പീലില്ല, കുറെ വിശാലത ചെയ്തു, പിന്നെയും ഒന്നും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എഴുന്നേൽക്കന്നെ. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾക്ക് അള്ളാഹു ഉയർത്തും. ബദരീങ്ങളെ പോലെ വിശ്വാസികൾ ആരാൻ? ബദർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ ബദറിൽ വെച്ചിട്ട്, അള്ളാഹുവേ ഈ ചെറുസംഘം വിജയിച്ചിട്ടില്ലെങ്കിൽ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകുകയില്ല. ഭൂമിയിൽ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ ആളുകൾ ഉണ്ടായത് ബദരീങ്ങൾ മുഖേനയാണ്. ആ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടേ? ബദരീങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ദീനില്ലാന്ന്. ആ ബദരീങ്ങളെ സ്മരിക്കുക, അതന്നെയാണ് നമ്മളിങ്ങനെ ചൊല്ലണത്. വലിയ ബർക്കത്താണ്. നമ്മുടെ പാങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതെ, വിശ്വാസമുള്ളവർക്കും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, ഇൽമ നൽകപ്പെട്ടവർക്കും അള്ളാഹ് പദവികളെ ഉയർത്തുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഖബീർ, വിശദമായി അറിയുന്നവനാണ്. ഒക്കെ അള്ളാഹ് അറിയും. നിങ്ങൾ ഈ ബദരീങ്ങളെ വിളിക്കുന്നതും അവരോട് സഹായം തേടുന്നതും നിങ്ങൾ ദുആ ചെയ്യുന്നതും അവരെ പേര് പറയുന്നതും ഒക്കെ അള്ളാഹു അറിയും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അതിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു തആല ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. വളരെ തിരക്ക് പിടിച്ച പ്രഭാഷകൻ്റെ സമയം ഞാൻ കടം എടുത്തു, സോറി. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ പണ്ഡിതന് ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് തഹാ തങ്ങൾ, സയ്യിദ് അലി മുസ്ലിയാർ സുബൈർ ഫൈലി, പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈലി അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ പണ്ഡിത മഹത്തുക്കൾ, ഞാൻ പരിചയമുള്ള ആളുകളൊക്കെ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രവുമല്ല, എൻ്റെ അമ്മായിയുടെ മകൾ ഫാത്തിമ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞമ്മോ, അവരെ കെട്ടിച്ചതും ഇങ്ങോട്ടാണ്. എൻ്റെ ഉസ്മാൻ മാഷാണ്, അവരാണ്. ഇന്ന് അവരൊക്കെ ഉപ്പയില്ലാത്തൊരു ദുഃഖം അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ പിതാവ് ആലി മുസ്ലിയാർ ഇല്ലാത്ത ദുഃഖം അവർക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെയും നമ്മുടെയും മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഠനം നടത്തുന്ന മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ മാഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകന്മാർ, കർമ്മോത്സുകരായ നേതാക്കൾ ഇവിടെയുണ്ട്. അവർ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നിഅമത്തും നൽകട്ടെ. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു പരാതി വരാറുണ്ട്. പരാതി എന്താ? നിങ്ങൾ അത് പറഞ്ഞില്ല, നിങ്ങൾ പ്രസംഗം നിർത്തുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരാലുണ്ട്. ഒരു ദിവസം ഞാൻ സമദ് ഫൈലിയുടെ റൂമിൽ വെച്ച് പ്രസംഗം നടത്തി, ചെറിയ പ്രസംഗം, അത് അവസാനിപ്പിച്ചു. പരാതിയോട് പരാതി, നിങ്ങൾ സമ്മാനം തന്നില്ല. അപ്പോൾ മക്കളെ, സമ്മാനം തരികയാണ്. നമുക്ക് ശ്രദ്ധിക്കുക, മഗ്രിബിൻ്റെ ശേഷവും സുബഹിക്ക് ശേഷവും 3 തവണ ചൊല്ലുക. 3 തവണ പറയൂ, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. 3 വട്ടം ചൊല്ലുക. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 വട്ടം. നേരം ഉൾക്കോളൊരു ബുദ്ധിമുട്ടുണ്ടാകൂലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഒരു സഹാബി വന്നു. ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ മാ അഖൂലു ഖുൽ മാ അഖൂലു ഖുൽ. നബിയെ, ഞാൻ എന്താണ് പറയേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3. അത് മതി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വിഷയം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആധുനിക ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെയാണ്, യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് മനുഷ്യൻ വഴിതെറ്റുന്ന സാഹചര്യങ്ങളാണ്, മൊബൈൽ ഫോണിലൂടെയും മറ്റുമൊക്കെ. അത് തെറ്റാതിരിക്കാനുള്ള മരുന്ന് പിശാചിൻ്റെ പ്രേരണയാണല്ലോ ഈ മൊബൈൽ ഫോണും മറ്റൊക്കെ ഇങ്ങനെ വൃത്തികേടുകൾ നോക്കുന്നതും ചിന്തിക്കുന്നതും. അത് ഒഴിവാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന 2 സമ്മാനങ്ങൾ. തെറ്റ് ചെയ്യാൻ തോന്നൂല. എന്താ സമ്മാനം? മഗ്രിബിൻ്റെ ശേഷവും സുബഹിക്ക് ശേഷവും
ആയത്തുൽ കുർസി 1. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ 3 ആയത്തും 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഇത് ചൊല്ലിയാൽ ഒരു തെറ്റും മദ്യപിക്കാൻ കഴിയില്ല, വ്യഭിചരിക്കാൻ കഴിയില്ല, വൃത്തികൾ ചെയ്യാൻ കഴിയില്ല, വൈകുന്നേരത്തില്ലാലോ നേരം വെളുക്കോളം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. സാഹോദര്യം, സഹിഷ്ണുതയും സൗഹൃദവും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് നാളെ നടക്കുന്ന വമ്പിച്ച ശരീഅത്ത് റാലി അത് വിജയിപ്പിക്കാനുള്ള സർവ്വവിധ പ്രവർത്തനങ്ങൾ മഹല്ല് ജമാഅത്തിൻ്റെയും സംഘടനാ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഉണ്ടാകണം. ഉമ്മമാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന പരിശുദ്ധ വാക്യത്താൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സൂറത്തുൽ ഫത്ഹിൻ്റെ തുടക്കമാണ്. 21 ദിവസം ഓരോ തവണ ഓതിയാൽ അവൻ്റെ മുറാദ് ഹാസിലാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. മക്കളില്ലാത്തവർക്ക് ഓതാം, വീടില്ലാത്തവർക്ക് ഓതാം, അതുപോലെ വിസ കിട്ടാത്തവർക്ക് ഓതാം, IAS കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓതാം. ഇടവണ്ണപ്പാറയിലെ ഒരു യതീം കുട്ടിയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ്. മുക്കം ഓർഫനേജിലെ സന്തതി LD ക്ലർക്ക് പരീക്ഷ പാസ് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ജോലിക്ക് പോകുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ IAS-കാരനാകണം എന്ന്. ഇന്ന് നാഗാലാൻഡിൽ IAS ഓഫീസറായി സേവനം ചെയ്യുന്ന ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്ന പ്രിയ സുഹൃത്തിനോട്, പൊന്നു മോനെ ശിഹാബേ, നീ സൂറത്തുൽ ഫത്ഹ് ഓതണം, നിനക്ക് IAS കിട്ടും എന്ന്. അതെ, അദ്ദേഹത്തിന് ഓതി, അദ്ദേഹം കിട്ടി. അതുകൊണ്ട് ഫത്ഹാകുന്ന സംഗതിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് സാമ്പത്തിക ബാധ്യതകൾ കടക്കണിയിൽ അകപ്പെട്ട് 4 ലക്ഷം 5 ലക്ഷം കടാണ്. കടത്തിൽ നിന്നും മോചനം കിട്ടാൻ നാളെ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 100 വട്ടം അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക 70 വട്ടം. ഏത് കടം വീടും ഒരാഴ്ച കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകും. ഒന്ന് നോക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി തങ്ങന്മാരുടെ സാധാത്തുക്കളുടെ സാന്നിധ്യത്തിൽ, ഗുരുവമ്പല നിങ്ങൾ പാപ്പാന്റെ സാന്നിധ്യത്തിൽ, എൻ്റെ സലീമിൻ്റെ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ, അതുപോലെയുള്ള ബാപ്പുട്ടി ഉസ്താദെ എന്നെ ഞാനാക്കിയെന്ന് ഞാൻ പല സമയത്തും അവകാശപ്പെടുന്ന എൻ്റെ ഷർഫുവിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ എല്ലാവരുടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി, ഈ അനുഗ്രഹീത പ്രഭാഷകന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി